നമസ്കാരം. ഒരു സ്പേസ് ടിപ്സിലാണ് ആവർത്തന ചോദ്യങ്ങളുടെ സീരീസാണ്. ക്വസ്റ്റ്യൻസ് 2024 ഒരു പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. സോ നോക്കാം. ഫസ്റ്റ് വൺ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണ്? കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണ്? ശ്രീമതി അഞ്ജു ബോബി ജോർജ്, ശ്രീ ടി.പി. ദാസൻ, ശ്രീമതി മേഴ്സി കുട്ടൻ, ശ്രീ യു ഷറഫ് അലി. ആൻസർ ഗോസ് ടു ഓപ്ഷൻ ഡി, ശ്രീ യു ഷറഫ് അലി. ഓപ്ഷൻ ഡി, ശ്രീ യു ഷറഫ് അലി. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണ്? ശ്രീ യു ഷറഫ് അലി. ഇറ്റ് ഈസ് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ, LDയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിപ്പോൾ ലാബോസ്റ്റിൻ്റെ പ്രിലിംസാണ് ചോദിക്കാൻ പോകുന്ന എക്സാം വരുന്നത്, അതാണ്. അപ്പോൾ ഇത് രണ്ട് ഏകദേശം സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. സോ ഇത് ഫോളോ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചന്ദ്രയാൻ 3യുടെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഷേപ്പ് എന്നാണ്. നെക്സ്റ്റ് വൺ, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതു, എം മുകുന്ദൻ, പി വത്സല, MK സാനു. ആൻസർ ഓപ്ഷൻ സി ആണ്, പി വത്സല. നെക്സ്റ്റ് വൺ, ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൻസർ EMS നമ്പൂതിരിപ്പാടാണ്. ആൻസർ EMS നമ്പൂതിരിപ്പാടാണ്. കെ രാമകൃഷ്ണപിള്ള, കമ്പളത്ത് ഗോവിന്ദൻ നായർ, NV കൃഷ്ണവാര്യർ, EMS നമ്പൂതിരിപ്പാട് എന്നിവ ഓപ്ഷൻസ് ആയിരുന്നു. ഇതിനകത്ത് ആൻസർ എന്താണ്? EMS നമ്പൂതിരിപ്പാടാണ് ആൻസർ. നെക്സ്റ്റ്, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തതാണ്? സേതുവിൻ്റെ കൃതികളിൽ പെടാത്തതാണ് പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, നിഴലുറങ്ങുന്ന വഴികൾ, അടയാളങ്ങൾ. ഇതിൽ സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, നിഴലുറങ്ങുന്ന വഴികൾ. പിന്നെയും മറന്നുപോയി ഞാൻ, നിഴലുറങ്ങുന്ന വഴികളാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതായിരുന്നു? ജൂലൈ 14, ഓഗസ്റ്റ് 23, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 17. ആൻസർ ഓഗസ്റ്റ് 23. ഓക്കെ അല്ലേ? ശരിയാണ്. നെക്സ്റ്റ്, വായ്ക് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വായ്ക് സത്യാഗ്രഹം നേതൃത്വം കൊടുത്തത് ആരാണ്? മന്നത്ത് പത്മനാഭൻ, TK മാധവൻ, AK ഗോപാലൻ, K കേളപ്പൻ. ആൻസർ ഏതാണ്? TK മാധവൻ. വായ്ക് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്താരാണ്? TK മാധവൻ. നെക്സ്റ്റ് വൺ, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, സ്വാമി വിവേകാനന്ദൻ, കുമാരഗുരുദേവൻ. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദൻ. ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദൻ. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൗലവി. അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ആരല്ല? കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ആരല്ല? അതായത് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഇതിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം എന്നാണ് ചോദ്യം. ആൻസർ എന്ത് മാത്രമേ ഉള്ളൂ? മൂന്നാമത്തെ മാത്രമേ ഉള്ളൂ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ ആണ് ആൻസർ. മൂന്നാമത്തെ മാത്രമാണ് ഉൾപ്പെടാത്തത്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. വെണ്ണീച്ച ഭരണം അദ്ദേഹത്തിൻ്റെ, സമപന്തി ഭോജനം അദ്ദേഹത്തിൻ്റെയാണ്, സമത്വ സമാജവും വൈകുണ്ഠ സ്വാമികളുടെയാണ്. നെക്സ്റ്റ് വൺ, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദി എന്ന് പറയുമ്പോൾ അതിലേക്ക് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ വരുന്നത് ഗോദാവരി. ആൻസർ ഗോദാവരിയാണ് ആൻസർ. നെക്സ്റ്റ് വൺ, പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? കായലും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിൽ. പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? രണ്ടാമത്തെ പ്രസ്താവന ഉണ്ടല്ലേ? രണ്ടാമത്തെ പ്രസ്താവന, അതുപോലെ മൂന്നാമത്തതും എന്താണ്? ബന്ധം ഇല്ലാത്തതാണ്. 2, 3 ബന്ധമില്ലാത്ത പ്രസ്താവന. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 ബന്ധമില്ലാത്ത പ്രസ്താവന ഇട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം? ഇന്ത്യയിൽ
റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1853. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം, ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ജാറിയ. ഏറ്റവും വലിയ കൽക്കരി പാടം ജാറിയാണ്. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല. ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാല. ജർമ്മൻ എന്ന് പറയുമ്പോൾ അത് റൂർക്കലയാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കലയാണിത്. അടുത്തത്, കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കരിമ്പ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള ഇന്ത്യൻ സംസ്ഥാനം, കരിമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? ഉത്തർപ്രദേശാണ്. കരിമ്പ് വരുമ്പോൾ ഉത്തർപ്രദേശാണ്. കരിമ്പിന് ഒന്നാം സ്ഥാനം ഉത്തർപ്രദേശാണ്. കരിമ്പിന് ഉത്തർപ്രദേശാണ് ഒന്നാം സ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാത ഉൾപ്പെടുന്നു? കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത ഏതാണ്? കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത ഏതായിരുന്നു? കൊല്ലം കോട്ടപ്പുറം നമുക്ക് NW3. കൊല്ലം കോട്ടപ്പുറം NW3. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. NW3 അല്ലേ? NW3 ആണ് ദേശീയ ജലപാത. 3 കൊല്ലം കോട്ടപ്പുറം. അടുത്തത്, ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം. വടക്ക് പടിഞ്ഞാറ് അല്ലേ? വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യ ഇങ്ങനെയൊക്കെ വരയ്ക്കും. ഇത് കിഴക്ക് ഭാഗം അല്ലേ? ഇത് നോർത്ത് ഭാഗം. വടക്ക് പടിഞ്ഞാറ് ഇത് ഇതല്ലേ കിഴക്കല്ലേ? ഇത് പടിഞ്ഞാറ്. അപ്പോൾ ഈ ഭാഗത്ത് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാ? ഇന്ത്യയും വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം അത് പറയുമ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ്? നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ചൈനയുണ്ട്. ഏതാ വരിക? വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരം എഴുതാൻ പറ്റും? അഫ്ഗാനിസ്ഥാനാണ്. ഈ ഭാഗത്ത് വരുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, അഫ്ഗാനിസ്ഥാനാണ് വടക്ക് പടിഞ്ഞാറ് അതിർത്തി സ്ഥിതി ചെയ്യുന്ന അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ അതിർത്തി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പഠിച്ചോണം. ഇന്ത്യയും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഇതാണ് അഫ്ഗാനിസ്ഥാൻ. നെക്സ്റ്റ്, യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? മഹാത്മാഗാന്ധി, രാജാറാം മോഹൻ റോയ്, ബാലഗംഗാധര തിലക്, ബി.സി. സാനി ബസന്റ് എന്നിവരുണ്ട്. യങ് ഇന്ത്യ ചെറുപ്പമാകണം ഇന്ത്യ. അപ്പോൾ അതാരാണ്? യങ് ഇന്ത്യക്ക് വരുന്നത് ആരാണ്? നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. മഹാത്മാഗാന്ധി. യങ് ഇന്ത്യയുടെ സ്ഥാപകൻ മഹാത്മാഗാന്ധി. അതായത് മറ്റൊന്നും പറയുന്നില്ല. യങ് ഇന്ത്യ മഹാത്മാഗാന്ധി. പാരമ്പര്യേതര ഒരു സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? പാരമ്പര്യേതര ഒരു സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? അല്ലാത്ത പറയുമ്പോൾ ഏത് വരുന്നത്? നമുക്ക് ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതായത് പുനഃസ്ഥാപന ശേഷിയുണ്ട്, പാരമ്പര്യക്കുണ്ട്, ചിലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു, എടുത്ത് തീർന്നു പോകുന്ന പറയുന്നത്. അപ്പോൾ അത് ശരിയല്ല. ഓക്കെ, അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏതെന്ന് പറയുമ്പോൾ നമുക്കെന്തറിയാം? അനുച്ഛേദം 21A ആണ്. 21A അങ്ങനെ വരിക. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏത് ഭാഗത്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏത് ഭാഗത്താണ്? മൗലിക കർത്തവ്യം എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്ത് വരും? മൗലിക കർത്തവ്യങ്ങൾ ഓർക്കുക. മൗലിക കർത്തവ്യങ്ങൾ 4A അല്ലേ? 4A. മൗലിക കർത്തവ്യങ്ങൾ 4A അല്ലേ? മൗലിക കടമ നമ്മൾ പഠിച്ചു. നിർദ്ദേശകം 4, മറ്റേത് മൗലിക കർത്തവ്യങ്ങൾ 4A. മൂന്നാം ഭാഗം മൗലിക അവകാശം. ഓക്കെ, 4 നിർദ്ദേശ തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ 4A വരുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ്? ജനഗണമന അതിനായക ജയഹേ എന്ന് പാടിയതാരാണ്? ജനഗണമന രചിച്ചതാരാണ്? അറിയാം. ഓർമ്മ വരുന്നു, രവീന്ദ്രനാഥ് ടാഗോർ. നെക്സ്റ്റ്, ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ്? ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനം? വന്ദേ മാതരം പാടിയത് എവിടെ വെച്ചായിരുന്നു? കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. വന്ദേ മാതരം പാടിയത് കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേ മാതരം. ദേശീയ പതാകയുടെ നീളം വീതി അല്ലേ? ദേശീയ പതാക നീളം വീതി നമുക്കറിയാം ഇല്ല, 3:2. ദേശീയ പതാക നീളം വീതി 3:2. ഉറപ്പല്ലേ? 3:2 ആണ്. ഓക്കെ,
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ വന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മുടെ ഉത്തരവ് എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ വന്നതാണ് 93 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 93 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് അല്ലേ? ഇവിടെ വർഷമൊക്കെ ചോദിച്ചു, പക്ഷേ ഡേറ്റും കൂടെ കൊടുത്തേക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? കറക്റ്റ് ഡേറ്റ് നോക്കി എഴുതണം, എന്നാലേ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചു പോകും. അപ്പോൾ 2005 കാണുമ്പോൾ ഏതെങ്കിലും കയറി അടിച്ചാൽ ഒക്കത്തില്ല, അവിടെ ഡേറ്റ് കൂടെ നോക്കിയിട്ട് നമുക്ക് ചെയ്താൽ പറ്റണം, എന്നെങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. നെഗറ്റീവ് അടിച്ചങ്ങ് പോയിക്കളി. ഏത് ആൻസർ? ഒക്ടോബർ 12 കേട്ടോ. ഒക്ടോബർ 12 2005 വർഷം അല്ലേ? ഒക്ടോബർ 12 2005 വിവരാവകാശ നിയമം വരുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, അതേതാണ്? ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യമുള്ള അവകാശം എന്ന് പറയുമ്പോൾ അത് ആൻസർ ഇത് വരും നമുക്ക് 21. 20 തുടങ്ങുന്നിടത്താൽ 21. ജീവിക്കാൻ 21 വേണം. ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും പഠിച്ചോ അത്? ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ്? 21. ഇത് മുഴുവൻ പഠിച്ചാലേ മാർക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ച് 21 എന്ന് പറയുമ്പോൾ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, വ്യക്തി സ്വാതന്ത്ര്യം 21, സ്വാതന്ത്ര്യം 21 അല്ലേ? ജീവിക്കണമെങ്കിൽ സ്വാതന്ത്ര്യം കൂടെ വേണം, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 21 വ്യക്തി സ്വാതന്ത്ര്യം കേട്ടോ. നെഗറ്റീവ് അടിച്ച് കളയെല്ലാവരും. ദേശീയ മുദ്രയുടെ ചോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിൽ എഴുതിയിട്ടുണ്ട്? ദേശീയ മുദ്രയുടെ ചൂട്ടിൽ സത്യമേവ ജയതേ ഏത് ലിപിയാണ്? സത്യമേവ ജയതേ എന്ന് പറയുമ്പോൾ ഏത് ലിപിയാണ് വരിക? ദേവനാഗരി ലിപിയാണ് സത്യമേവ ജയതേ, ദേവനാഗരി ലിപി. ശരിയാണ്. താഴെ പറയുന്നത് ഏത് ഇന്ത്യയുടെ ദേശീയ മൃഗം ഇന്ത്യയുടെ ദേശീയ മൃഗം അറിയാത്ത ആരോ ഉള്ളത് അല്ലേ എന്ന് ചോദിക്കും, പക്ഷെ തെറ്റിക്കും നമ്മൾ. ദേശീയ മൃഗം എന്താണ്? കടുവയാണ്. ഇന്റർനാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന സമരം അല്ലേ? കഴിഞ്ഞ ദിവസം മുമ്പ് എങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ. ഏതാണ് അവസാന സമരം എന്ന് പറയുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ? ക്വിറ്റ് ഇന്ത്യ സമരം. ഇപ്പം നമുക്ക് കിട്ടും, പ്രിലിംസ് മിക്കവാറുള്ളതൊക്കെ അറിയാം. ക്വിറ്റ് ഇന്ത്യ സമരം. നെക്സ്റ്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളെ കുറിച്യ കലാപത്തിലും നേതൃത്വം കൊടുത്ത വ്യക്തി. കുറിച്യ കലാപം കുറിച്യ കലാപം എന്ന് പറയുമ്പോൾ കുറിച്യ കലാപത്തിന് മാറ്റി അല്ലേ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് രാമൻ നമ്പി അല്ലേ? മിണ്ടണ്ട, രാമൻ നമ്പിയാണ്. നെക്സ്റ്റ്, ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾ തുടക്കം കുറിച്ച വ്യക്തി. ദേശീയ കാഴ്ചപ്പാടോടുകൂടി അല്ലേ? ദേശീയ കാഴ്ചപ്പാടോടെ പത്രങ്ങൾ തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ഇവരൊക്കെ പഠിക്കണ്ടേ? ആരാണ് ആ വ്യക്തി? ദേശീയ കാഴ്ചപ്പാട് വരുന്ന വ്യക്തി രാജാറാം മോഹൻ റോയ്. ദേശീയ കാഴ്ചപ്പാട് രാജാറാം മോഹൻ റോയ് സാഹിത്യത്തിലാക്കിയത് രാജാറാം മോഹൻ റോയാണ്. സതി അല്ലേ? അപ്പോൾ ദേശീയ കാഴ്ചപ്പാടോടെ പത്രങ്ങൾ തുടക്കം കുറിച്ചപ്പോൾ അദ്ദേഹം പണ്ടേ ഉണ്ട് സാമൂഹ്യ പരിഷ്കർത്താവാണ്. അപ്പം തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ദേശീയ കാഴ്ചപ്പാടോടെ അദ്ദേഹമാണ് രാജാറാം മോഹൻ റോയ്. മറന്നുപോലെ രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് വൺ, 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം. 23 ഇന്ത്യ വഹിച്ചു, 24 ഏതാണ് അധ്യക്ഷസ്ഥാനം വഹിക്കുക അല്ലേ? 24 ഏതാണ് അധ്യക്ഷസ്ഥാനം വഹിച്ച് കഴിഞ്ഞു? അതാരായിരുന്നു? ഓർമ്മയുണ്ടോ? ആരാണത്? ബ്രസീലാണ്. ബ്രസീലാണ് 24. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല. അന്തർദേശീയ സാഹോദര്യമാണ് ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? വിശ്വഭാരതിയാണ്. ടാഗോറിൻ്റെ വിശ്വഭാരതി സർവകലാശാല എന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ്, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഇല്ലേ? ഇപ്പോൾ പറഞ്ഞു 1919 അല്ലേ? 19 അല്ലേ? അതെ, 13 ഏപ്രിൽ 13. നെക്സ്റ്റ്, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തമായുള്ള സംഭവം. ചോർച്ച ആരുടെയായിരുന്നു? ചോർച്ച വരുമ്പോൾ നമുക്ക് ആരുടെ ഓർമ്മ വരണം? നവറോജിയെ ഓർമ്മ വരണം. ചോർച്ച വരുമ്പോൾ നവറോജി, പുതിയ ഊർജ്ജം, നവറോജിയെ ഓർമ്മ വരണം. ചോർച്ച വരുമ്പോൾ നവറോജി ദാദാഭായ് നവറോജി. നെക്സ്റ്റ്, സാരെ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാൻ രചിത. സാരെ ജഹാം സെ അച്ഛ, അത് വേറെ ആരുമല്ല, ഇക്ബാലല്ലേ? അത് വേറെ ആരുമല്ല, ആരാണ്? ഇക്ബാലല്ലേ? അല്ല, മുഹമ്മദ് ഇക്ബാലാണ്. സാരെ ജഹാം സെ അച്ഛ അത് മുഹമ്മദ് ഇക്ബാലാണ്. ഇനി, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിദ്യാഭ്യാസ പദ്ധതി. കൊള്ളാമല്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. വിവിധോദ്ദേശം പല ഉദ്ദേശം ഉണ്ടായിരുന്ന പദ്ധതിക്ക്. ഏതായിരുന്നു പദ്ധതി എന്ന് ഓർമ്മയുണ്ടോ? ഭക്രാനങ്കലാണ് ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. ഭക്രാനങ്കലാണ് ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി. തെറ്റിപ്പോലെ ഇനി ഒരിക്കലും ഭക്രാനങ്കൽ. ഓക്കെ. നെക്സ്റ്റ്, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യണമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേര്?
വാറൻ്റ് ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരെന്താണ്? വാറൻ്റില്ലാതെ തട്ടിയേക്കാം അല്ലേ? റൗലറ്റ് ആക്ട്. പൗരാവകാശം റൗലറ്റ് ആക്റ്റാണ്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ നമുക്ക് ചെന്ന് ബ്രിട്ടീഷുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണെന്ത്? റൗലറ്റ് ആക്ട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിൽ? ആനമുടി ഏത് ജില്ലയിൽ കൊണ്ടുവച്ചു? ഏത് ജില്ലയിൽ ആനമുടി ഇരിക്കുക? ഏത് ജില്ലയിൽ ഇരിക്കുന്നു? ഇടുക്കി ജില്ലയിൽ. നെക്സ്റ്റ്, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിതാ കായിക താരം ആരാണ്? 42 ആരാണ് വരിക? പി ടി ഉഷ. നമുക്കറിയാം. കൊച്ചി മെട്രോ എന്നാ വരുന്നത്? കൊച്ചി മെട്രോ വന്ന വർഷം അല്ലേ? ഞാൻ വെള്ളിനേഴി പോയ വർഷം എനിക്ക് ഓർമ്മയുണ്ട്. 17 2017. നെക്സ്റ്റ്, കേരളത്തിലെ നദികളിൽ കിഴക്കൊടുക്കുന്ന നദി അറിയാം ആരാണിത്? ഇവിടെ നെയ്യാറും ചാലിയാറും പെരിയാറും പാമ്പാറും ഉണ്ടല്ലേ? ആരാണ് കിഴക്കോട്ട് പോകുന്നത്? പാമ്പാർ. 3 പേര് നമുക്കറിയാം. കബനി, ഭവാനി, പാമ്പാർ. ഇവിടെ പാമ്പാറുണ്ട്. കിഴക്കോട്ട് പോകുന്ന 3 പേര് കബനി, ഭവാനി, പാമ്പാറാണ്. ഇതിൽ പാമ്പാർ ഇവിടെ ഉണ്ട്. നമ്മളതിൽ നെഗറ്റീവ് അടിക്കത്തില്ല, ആൻസർ കിട്ടും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി തുറമുഖം ഇവിടെ വരുന്നത്. പൊന്നാനി തുറമുഖം ഏത് വരുന്നു? ഇവിടെ വരിക ഭാരതപ്പുഴ വരും. പൊന്നാനി തുറമുഖം വരും, ഭാരതപ്പുഴ വരും. പൊന്നാനി തുറമുഖം, ഭാരതപ്പുഴ. പൊന്നാനി കീ പോയിൻറ്റ്സ് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? 2022 പിന്നണി ഗായിക കിട്ടിയ പുരസ്കാരം. അത് വേറെ ആരും? നഞ്ചിയമ്മയ്ക്കാണ്. നെക്സ്റ്റ്, ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ല? പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പള്ളിവാസലിൻ്റെ സ്ഥിതി ചെയ്യുന്ന ജില്ല. പള്ളിവാസൽ എവിടെയായിരുന്നു? ഇടുക്കിയാണ്. പള്ളിവാസൽ ഇടുക്കി കേട്ടോ. പള്ളിവാസൽ ഇടുക്കി ജില്ല. തെറ്റരുത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം. വരയാടിന് എവിടെയാണ്? ആനമുടിയാണോ, സൈലൻറ്റ് വാലിയാണോ, പെരിയാറാണോ, ഇരവികുളമാണോ? വരയാടെന്ന് പറയുമ്പോൾ ഇരവികുളം. വരയാട് ഈസ് ഈക്വൽ ടു ഇരവികുളം. ഏറ്റവും വലുത് ആദ്യത്തേത് അല്ലേ? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ നമുക്കറിയാം. വലിയെന്ന് പറയുമ്പോൾ അത് വേമ്പനാട്ട് കായലാണ്. വലിയെന്ന് പറയുമ്പോൾ അത് വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായി വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര കേട്ടോ. നെയ്യാറ്റിൻകരയാണ്. ഒന്നും മറന്നു പോകണ്ട, മാർക്കും പോകരുത്. സാധുജന പരിപാലന സംഘമാരാണ് അയ്യങ്കാളി. 1988 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. 88 ശിവപ്രതിഷ്ഠ നടത്തി. എവിടെ വെച്ച് നടത്തി? എവിടെയാണ്? അരുവിപ്പുറത്താണ്. 88 പുറം കേട്ടോ. 88 ആ റായുടെ ഓർത്താൽ മതി. 88 പുറം, അരുവിപ്പുറം. നെക്സ്റ്റ്, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. സംഘടിത എന്ന് പറയുമ്പോൾ അത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ കലാപമാണ്. നെക്സ്റ്റ് വരുന്നത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കത്തിൻ്റെ വർഷം ഏതാണ്? 24 അല്ലേ? 24 മുതൽ 24 ഉണ്ട്. നമുക്കത് എഴുതി വെക്കാം. നെക്സ്റ്റ്, ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകിയ സ്ഥാപിച്ച പ്രസ്ഥാനം. ചുമ്മാ അങ്ങ് ചോദിക്കുക അല്ലേ? പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രസ്ഥാനം ഏതാണ്? അരയ സമാജം. ശ്വാസം വിടണ്ടേ? അരയ സമാജം. നെക്സ്റ്റ് വൺ അല്ലേ? അടുത്ത ഏത് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽവേ പാത ഏതാ? നമുക്ക് തിരിച്ചറിയാം അല്ലേ? ഏത് പാതയാണ്? ആദ്യത്തെ പാത ബോംബെ ഇല്ല, എന്താണ് പറയുക? ബേപ്പൂർ തിരൂർ. എളുപ്പമല്ലേ? ബേപ്പൂർ ടു തിരൂർ അല്ലേ? ശരിയാണ് ആൻസർ, ഓപ്ഷൻ ബി. നെക്സ്റ്റ്, പയ്യന്നൂർ ഉപസത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി. പയ്യന്നൂർ സത്യാഗ്രഹം അല്ലേ? കേരളത്തിൽ വന്നിട്ട് സംഭവിച്ചത് എവിടെ വെച്ചാണ്? പയ്യന്നൂർ വെച്ചിട്ടാണ്. അത് നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന് ചോദിച്ചാൽ നമുക്ക് ആരെ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ? കെ കേളപ്പ് അല്ലേ? അദ്ദേഹമാണ് നേതൃത്വം കൊടുക്കുക. കെ കേളപ്പും സത്യാഗ്രഹം. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. നെടുങ്കാടി ബാങ്ക് അല്ലേ? 24 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ്? അറിയാം, പാരീസ് അല്ലേ? പ്രശസ്തമായ അടുക്കള അല്ലേ? നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആരാണ് അരങ്ങത്തേക്ക് വന്നത്? ഏതായിരുന്നു? വി ടി ഭട്ടതിരിപ്പാട് അല്ലേ? നെക്സ്റ്റ്, മനുഷ്യരിടത്തിൽ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ല് ഇനാമലാണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ
കേട്ടോ. ബാക്ടീരിയ അതിൻ്റെ ഇതൊന്നുമില്ല ഇവിടെ, അതിൻ്റെ ഒന്നുമില്ല. നമുക്ക് കുട്ടികൾ ഇത് പല്ല് കഴിക്കില്ലേ, അപ്പം പല്ലുകളില്ലേ, പാൽപ്പല്ല് നശിച്ച് പോവാറുണ്ട്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആയിരിക്കും ഉദ്ദേശിച്ചത്, പക്ഷേ ആൻസർ കറക്റ്റ് അല്ല. ഇവിടെ മൈക്കോ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ മൈക്കോ ബാക്ടീരിയം ലെപ്ര എന്ന് എഴുതാം. അപ്പോൾ ലെപ്രസിക്ക് വരുന്നത് മൈക്കോ ബാക്ടീരിയം ലെപ്ര എന്ന് പറയാം. എസ്തെറിഷ്യ കോള വേറെ കേട്ടോ. സ്ട്രെപ്റ്റോകോക്കസ് ഒക്കെ നമ്മുടെ ഇതിൻ്റെയാണ് വയറുവേദനയ്ക്കൊക്കെ വരുന്നത്. അത് പോട്ടെ. ഇവിടെ മൈക്കോ ബാക്ടീരിയം ലെപ്രയുണ്ട്. ലെപ്രസിക്ക് വരുന്ന ലാക്റ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ ലാക്റ്റിക് ആസിഡ് ദഹിപ്പിക്കുന്ന ബാക്ടീരിയ നാം ഉദ്ദേശിക്കുക, പക്ഷേ അങ്ങനെയൊന്നുമില്ല. മൈക്കോ ബാക്ടീരിയം ലെപ്രസി ഉദ്ദേശിക്കുക. ഇനാമിൽ ഏറ്റവും കട്ടുകൂടിയ വസ്തു അത് തന്നെയാണ് കേട്ടോ പൊട്ടത്. നെക്സ്റ്റ് വരുന്ന ആൻസർ, കറക്റ്റ് ആൻസർ അവിടെ ഇല്ല. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന ജീവങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? അവിടെ തെറ്റായ പ്രസ്താവന മീൻസ് എന്താ നോക്കാം. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകമയം. ശരിയാണത്, അത് ആവശ്യമാണ്. പിന്നെ നാടുകളുടെയും ചുവന്നരക്താണുക്കളുടെയും ആവശ്യത്തിന് ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം ഈ ശരിയാണത്. 2 പോയിൻ്റ് ശരിയാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ, അതും ശരിയാണ്. അടുത്തത് ത്വക്ക്, പല്ല, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം സഹായിക്കുന്ന ജീവകം, അത് അത്ര ശരിയല്ല, കറക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. നോക്കാം, 62 ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇപ്പോൾ ഓക്കെ. അടുത്തത് ബാക്ടീരിയൽ പകർച്ചവ്യാധിയെ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രീതി സമ്പർക്കം മുഖേന അല്ലേ, സമ്പർക്കം മുഖേനയാണ് വരിക. നെക്സ്റ്റ്, കേരളത്തിൽ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? ഏത് പദ്ധതി? അവിവാഹിതരായ മാതാക്കൾ ഇല്ലേ, അങ്ങനെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി, ഏത് പദ്ധതി ആയിരിക്കും അത്? സ്പർശം. നെക്സ്റ്റ്, രോഗാണുക്കൾ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. അറിയാമല്ലോ, ഈ പ്രവർത്തനം നടത്തുന്നത് മനുഷ്യരിടത്തിലെ ശരീരരക്തമാണ് ആരെല്ലാം. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന ശരീരരക്തം WBC ആരൊക്കെയാണ്? ഫാഗോസൈറ്റോസിസ് നടത്തുന്ന WBC ആരൊക്കെയാണ്? അത് ഫാഗോസൈറ്റ് വിഴുങ്ങി നശിപ്പിക്കുക, അത് നടത്തുന്നവർ ആരൊക്കെയാണ് അല്ലേ? അത്ര കഴിവ് ആർക്കൊക്കെയുണ്ട്? മോണോസൈറ്റിനും ന്യൂട്രോഫിൽസിനും. ന്യൂട്രോഫിൽസാണ് ഫാഗോസൈറ്റോസിസ് നടത്തുക, വിഴുങ്ങി നശിപ്പിക്കുന്നത്. ഇനി പയർച്ചെടിയുടെ സങ്കരീനം, പയർച്ചെടി സങ്കരീനങ്ങളെല്ലാം പഠിച്ചു വെക്കുക. പയർച്ചെടി സങ്കരീനം ഇവിടെ ഭാഗ്യലക്ഷ്മിയാണ്. ഓക്കെ. വനവിഭവം അല്ലാത്തതെന്ന് ചോദിക്കും. പശയുണ്ട്, കോലരക്കുണ്ട്, തേനുണ്ട്, മണ്ണെണ്ണയുണ്ട് അല്ലേ. അതിലേത് ആൻസർ വരിക? ആൻസർ ഓപ്ഷൻ ഡി, മണ്ണെണ്ണയാണ്. നെക്സ്റ്റ്, അമ്ലമഴയ്ക്ക് അമ്ലമഴ അല്ലേ, മുകളിൽ നിന്ന് വരുന്ന ആസിഡ് പോലുള്ള മഴകൾ പെയ്യാറുണ്ട്. അപ്പോൾ അമ്ലമഴയ്ക്ക് കാരണമായ സംഭവം ഏതാണിത്? സൾഫർ ഡൈ ഓക്സൈഡ്, SO2, സൾഫർ ഡൈ ഓക്സൈഡ്. അതായത് താജ്മഹലിലെ പുള്ളിക്കുത്ത് പോലെ വരാൻ കാരണം സൾഫർ ഡൈ ഓക്സൈഡ് ഒക്കെ ആണെന്നല്ലേ പറയുന്നത്. അത് തന്നെ. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അല്ലേ, രാജ്യം ഏതാണ്? പശ്ചിമ ബംഗാളിനൊരു ആൻസറോടെ ഉണ്ടായിരുന്നു അല്ലേ, ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. പശ്ചിമ ബംഗാൾ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് പശ്ചിമ ബംഗാൾ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്ര വരേണ്ടത്? ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 അല്ലേ, 7. അടുത്തതിന് സൗരയൂഥ മാതൃക ആരുടെ സംഭാവന? സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റുദർഫോർഡാണ്. കലാമിന് ഏത് ലോഹത്തിൻ്റെ അയിര്? കലാമിൻ എന്ന് പറയുമ്പോൾ എന്താണ്? സിങ്കാണ്. നെക്സ്റ്റ്, ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽപ്പെടുന്നു? ഉത്കൃഷ്ടവാതകം എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പിലാണ് വരിക? ആൻസർ 18ാം ഗ്രൂപ്പ്. താഴെ കൊടുത്തിട്ടുള്ള ഓക്സിജൻ്റെ ഉപയോഗത്തിൽപ്പെടാത്ത ഓക്സിജൻ്റെ ഉപയോഗം ജ്വലനത്തിന് സഹായിക്കും. റോക്കറ്റ് ഇന്ധനത്തിൽ ഓക്സികാരിയായി കൃത്രിമശ്വാസം, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണം. ഓക്സിജൻ്റെ ഉപയോഗത്തിൽ പെടാത്തതെന്ന് പറയുമ്പോൾ ഏത് വരുന്ന ആൻസർ? ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിലാണ് പെടാത്തത്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമരാസവസ്തു. ചുവപ്പ് നിറം എന്ന് പറയുമ്പോൾ ഏത് വരും? ചുവപ്പ് നിറം എന്ന് പറയുമ്പോൾ കാർമോസിൻ. ചുവപ്പ് നിറം ഈക്വൽ ടു കാർമോസിൻ. നെക്സ്റ്റ് വരുന്നത്, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം, ഭ്രമണചലനം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിൽ സാന്ദ്രത വ്യത്യാസം മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ പാതയ്ക്കുണ്ടാകുന്ന വ്യത്യാസം എന്താണ്? അപവർത്തനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോൾ പാതയ്ക്കുണ്ടാകുന്ന വ്യത്യാസമാണ് അപവർത്തനം. ഓക്കെ. ചൂട് കൊടുത്ത താപപ്രശ്ന രീതിക്ക് ഉൾപ്പെടാത്തതാണ് ആൻസർ വരിക? ബാഷ്പീകരണം അല്ലേ, നമുക്കറിയാം അതൊക്കെ.
പാരമ്പര്യേതര ഒരു സ്രോതസ് ഉദാഹരണം പാരമ്പര്യം കാറ്റ് തിരമാല പെട്രോൾ കൽക്കരി പാരമ്പര്യേതര ഏതാണ് പാരമ്പര്യേതര കാറ്റുമുണ്ട് തിരമാലയുണ്ട് കേട്ടോ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ ഒറ്റസംഖ്യ അല്ലാത്തത് ഏതാണ് ഒറ്റസംഖ്യ അല്ലാത്തതെന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ